പണ്ട് പണ്ട് ഉദയപുരം രാജ്യം ഉദയവർണ്ണൻ എന്ന രാജാവായിരുന്നു ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിന് മുൻപ് ഭരിച്ച രാജാക്കന്മാർ മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുന്നതിൽ വളരെ പ്രഗത്ഭരായിരുന്നു. ഉദയവർണ്ണൻ രാജാവിന് ഇതിലൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു പ്രകൃതി സ്നേഹിയായിരുന്നു. ചെടികളും മരങ്ങളും നട്ടുപിടിപ്പിച്ച് കൊട്ടാരം വകയായി ഒരു പൂന്തോട്ടം നിർമ്മിപ്പിക്കുകയും ചെയ്തു. രാജ്യമാകെ ചെടികളും മരങ്ങളും പൂക്കളും കൊണ്ട് നിറഞ്ഞു. കൃഷിയും കച്ചവടം കൊണ്ട് രാജ്യമാകെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞു. പെട്ടെന്നാണ് കാര്യങ്ങൾ തകിടമറിഞ്ഞത്. കാട്ടിലെവിടെയോ കാട്ടുതീ പടർന്നു പിടിച്ചു. വൈകാതെ തന്നെ ഉദയപുരം രാജ്യമാകെ പടർന്നു പിടിച്ചു. ചെടികളും മരങ്ങളും പൂക്കളും കരിഞ്ഞുണങ്ങിപ്പോയി. ജലാശയങ്ങളിൽ വെള്ളമില്ലാതെയായി. ആകെ വറ്റി വരണ്ടു. രാജാവിന് നല്ല സങ്കടമായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം കൊട്ടാര വിഭൂഷകൻ രാജാവിനോട് ഒരു കാര്യം ഉണർത്തിച്ചത്: മഹാരാജാവേ, നമ്മുടെ രാജവീതിയുടെ ഒരു ഭാഗത്തെ ചെടികൾ മാത്രം പൂത്തുലഞ്ഞു നിൽക്കുന്നു, മറുഭാഗത്തെ ചെടികളാണെങ്കിലോ കരിഞ്ഞുണങ്ങിയും. രാജാവിന് അത്ഭുതമായി. ആരാണ് ഒരു വശത്തെ ചെടികൾക്ക് മാത്രം വെള്ളം കൊടുന്നൊഴിക്കുന്നത്? അത് കണ്ടുപിടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. രാജാവ് വേഷം മാറി ഒരു മരത്തിന് പിന്നിൽ ഒളിച്ചു നിന്നു. എല്ലാവരും വെള്ളം കൊണ്ടു പോകുന്നുണ്ടെങ്കിലും ആരും ചെടികളെ ഒന്നും തിരിഞ്ഞു നോക്കുന്നത് പോലുമില്ല. വൈകുന്നേരമായപ്പോൾ ഒരാൾ കമ്പിന്റെ രണ്ടറ്റത്തുമായി രണ്ട് മൺകലങ്ങളിൽ വെള്ളം കൊണ്ടുപോകുന്നത് കണ്ടു. അതിലത്തെ ഒരു മൺകലം ഓട്ടക്കലമായിരുന്നു. അതിൽ നിന്ന് വീഴുന്ന വെള്ളം തുള്ളികളാണ് ചെടികളെ നനയ്ക്കുന്നതെന്ന് രാജാവിന് മനസ്സിലായി. രാജാവ് അയാളെ പിന്തുടരാൻ തുടങ്ങി. അയാൾ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ ചന്തയിലേക്കും പോയി. രാജാവ് വീടിനുള്ളിലേക്ക് പ്രവേശിച്ചു. അവിടത്തെ ഒരു മുറിയിൽ ഒരു അന്ധയായ വൃദ്ധ സ്ത്രീ കിടക്കുന്നുണ്ടായിരുന്നു. വൃദ്ധശ്രീ ശബ്ദം കേട്ട് ചോദിച്ചു: മോനെ സുകേശ, നീ ഇതുവരെയായി പോയില്ലേ? നീ എത്ര കാലമായി ഈ വയസ്സയ്ക്ക് ഈ ഓട്ടക്കലത്തിൽ വെള്ളം കൊണ്ടുവരാൻ തുടങ്ങിയിട്ട്? എൻ്റെ നിനക്ക് തരാനായി ഒന്നുമില്ലല്ലോ കുഞ്ഞേ. എൻ്റെ കാലം കഴിയാറായെന്ന് തോന്നുന്നു. എന്നാൽ ഇന്ന് രാത്രി ഇടിവെട്ടി മഴ പെയ്യും. ആദ്യം നിറയുന്നത് നിന്റെ പൊട്ട കിണറായിരിക്കും. പിന്നെ നിന്റെ മൺകലങ്ങളിൽ വെള്ളം തുള്ളികൾ പോലെ സ്വർണം നിറയും. അത് കേട്ട് രാജാവ് ഒന്നും മിണ്ടാതെ കൊട്ടാരത്തിലേക്ക് പോയി. രാത്രിയായപ്പോൾ ഇടിവെട്ട് കേട്ട് രാജാവ് ഞെട്ടിയുണർന്നു. തുള്ളിക്കൊരു കുടം എന്ന കണക്കിന് ഇടിവെട്ടി മഴ പെയ്തു. രാജാവ് വൃദ്ധശ്രീയുടെ വാക്കുകൾ ഓർത്തു. പെട്ടെന്ന് തന്നെ ഭടന്മാരെ കൂട്ടി ഒരു സ്വർണ്ണ കിഴിയും എടുത്ത് കൊട്ടാരത്തിലേക്ക് പോയി. സുകേശന്റെ വീട്ടിലേക്ക് പോയി. അപ്പോഴേക്കും ആ വൃദ്ധ സ്ത്രീ മരിച്ചിരുന്നു. എന്നാലും രാജാവ് ആ സ്വർണ്ണക്കിഴി ആ കലത്തിലേക്ക് കുടഞ്ഞിട്ടു. എന്നിട്ട് എല്ലാവരോടും കൂടി പറഞ്ഞു: ഓരോ മനുഷ്യന്റെയും ജീവിതം അദൃശ്യമായ ഓട്ടക്കലമായി സഞ്ചരിക്കും. നല്ലവരുടെ ഓട്ടക്കലത്തിൽ നിന്നും അവർ കടന്നു പോകുന്ന മണ്ണിലേക്ക് സ്നേഹവും നന്മകളും ഇറ്റിറ്റ് വീഴുന്നു. നന്ദി, നമസ്കാരം.